ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മൊബാസ് ഇൻഷോട്ടിലോട്ട് സ്വാഗതം. നമ്മുടെ മഴ തോരും മുമ്പേ പരമ്പരയുടെ നാളത്തെ കുറച്ച് വിശേഷങ്ങൾ കേട്ടാലോ? നമ്മുടെ അലീനയുടെയും മനുശങ്കറിൻ്റെയും പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ആരും മറന്നു പോകരുതേ. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്ത് തരാം. അങ്ങനെ നമ്മുടെ അലീന മനസ്സിലിങ്ങനെ പല കാര്യങ്ങൾ ഓർക്കുകയാണ്. അതായത് കഴിഞ്ഞ ദിവസം ബബിതയെ വിളിച്ചായിരുന്നല്ലോ. താൻ അവിടെ നിന്ന് വന്നതിന് ശേഷവും അമ്മയുടെ മനസ്സിന് ഒരു മാറ്റമില്ല. അമ്മ പഴയതുപോലെ തന്നെയാണ്. അച്ഛനും അമ്മയും ഒരു പൊരുത്തപ്പെട്ട് മക്കളെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു ഇത്. പക്ഷേ ഇതാ അതിനേക്കാളേറെ ഒരു അവസ്ഥയിലാണല്ലോ വരുന്നത്. അതൊക്കെ ഓർത്തിട്ട് അലീനയ്ക്ക് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. ബബിതയുടെ കൂടെ കഴിഞ്ഞ ദിവസം സംസാരിച്ചിട്ട് ആകെ മനസ്സിനൊരു പ്രയാസമായിരുന്നു. പിള്ളേർക്കാണെങ്കിലും അവർക്കും ഒരു വല്ലാത്ത പ്രയാസം. കാരണം അച്ഛനും അമ്മയും തമ്മിൽ രണ്ട് തലത്തിലാണ്. ബാലചന്ദ്രൻ്റേതായിട്ടുള്ളൊരു രീതിയിൽ, വൈജയന്തിയുടേതായിട്ടുള്ള രീതിയിൽ. വൈജയന്തിക്ക് ഇപ്പോൾ ഉള്ളൊരു നിലപാട് എന്തെന്ന് വെച്ചാൽ അലീനയുടേതായിട്ട് അലീന പഠിപ്പിച്ച് മക്കളെ ആക്കി നിർത്തിയിരിക്കുന്ന ആ ഒരു രീതിയൊക്കെ ഒന്ന് മാറി വൈജയന്തിയുടെ ഒരു പഴയ ചിട്ടകൾ അങ്ങനെ വന്നാൽ മതി. കാരണം അലീനയുടെ ചിട്ട എന്ന് പറയുന്നത് കേൾക്കുന്നത് വൈജയന്തിക്ക് ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ട് വൈജയന്തിയുടെ മക്കൾ വൈജയന്തിയുടെ ചിട്ട അനുസരിച്ച് ജീവിക്കുക, അങ്ങനെ കേൾക്കാനാണ് വൈജയന്തിക്ക് ഇഷ്ടം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഓരോ പ്രശ്നങ്ങൾ. ബാലേന്ദ്രൻ ഒഴിഞ്ഞു മാറിപ്പോയിരുന്നാലും വൈജയന്തി അങ്ങോട്ട് കയറി ഇടിച്ചു കയറുന്ന ഒരു മട്ടാണ്. അപ്പോൾ അതൊക്കെ ഓർത്തിട്ട് അലീനയ്ക്ക് വല്ലാത്തൊരു മാനസികാവസ്ഥ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ അലീന രാത്രി കിടന്നുറങ്ങണം. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് നേരെ കിച്ചണിൽ കയറി നല്ല അടിപൊളിയായിട്ടൊരു ചായയൊക്കെ ഇട്ടിട്ട് നമ്മുടെ അവധക്കുട്ടി ചായനൊക്കെ കൊടുത്ത് അലീനയും കുടിക്കുകയാണ്. അങ്ങനെ വല്യപ്പച്ചൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അലീന ചായ കുടിച്ച് കഴിഞ്ഞിട്ട് പതുക്കെ ഇറങ്ങി ഗാർഡനിലൊക്കെ ഇങ്ങനെ നടക്കുകയായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ അവധക്കുട്ടി ചായനും ഇറങ്ങി വന്നു. അപ്പം അലീന ചോദിച്ചു, അയ്യോ വല്യപ്പച്ചൻ എന്തിനാ ഈ തണുപ്പത്ത് ഇങ്ങോട്ട് ഇറങ്ങി വന്നേ? ഏയ്, എൻ്റെ ചിന്നമ്മയുടെ കൂടെ കുറച്ച് നേരം ഒന്ന് നടക്കട്ടെ. അപ്പോൾ അലീന ചിരിച്ചു കേട്ടോ. അലീനയുടെ മുഖത്തിന് എന്തോ ഒരു വലിയൊരു വിഷമം പോലെ. അപ്പോൾ അവധക്കുട്ടി ചായൻ ചോദിച്ചു, അല്ലടി ചിന്നമ്മ, നിൻ്റെ മുഖം എന്താ വാടിയിരിക്കണേ? അപ്പോൾ പറഞ്ഞു, ഏയ് ഒന്നുമില്ല വല്യപ്പച്ച. ഏയ് ഒന്നുമില്ല, എന്തോ ഒരു വിഷമം നിൻ്റെ മനസ്സിലുണ്ട്. നിൻ്റെ മുഖം വാടിയ എനിക്കറിയാമെന്നിങ്ങനെ നമ്മുടെ വല്യപ്പച്ചൻ പറയണം കേട്ടോ. അപ്പോൾ അലീന പറഞ്ഞു, ഏയ് ഒന്നുമില്ല, ഞാൻ എൻ്റെ പപ്പയുടെ കാര്യങ്ങളൊക്കെ ഓർക്കുകയായിരുന്നു. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ അച്ഛാന്ന് ആദ്യമായിട്ട് വിളിക്കുന്നത് എൻ്റെ നെടുമ്പുരയ്ക്കൽ വീട്ടിലെ എൻ്റെ അച്ഛനെയാണ്. എനിക്കൊരു അച്ഛൻ്റെ സ്നേഹം ആദ്യമായിട്ട് കിട്ടുന്നതും അച്ഛൻ്റെ വാത്സല്യവും സ്നേഹവും ഒക്കെ കിട്ടുന്നത് എനിക്ക് ആ അച്ഛനിൽ നിന്നാണ്. ആ അച്ഛൻ എന്നെ ഇവിടോട്ട് കൊണ്ടുവരുമ്പോൾ സ്വന്തം പപ്പയുടെ അടുത്താണ് മോളെ നിന്നെ കൊണ്ടാക്കണേന്ന് പറഞ്ഞപ്പോൾ ഞാൻ എത്രമാത്രം മനസ്സ് സന്തോഷിച്ചെന്നറിയോ. അപ്പോൾ വല്യപ്പച്ചൻ ചോദിച്ചു, അതിനിപ്പോൾ എന്താടി മോളെ, നീ ഇപ്പോൾ സ്വന്തം പപ്പയുടെ അടുത്തല്ലേ നിൽക്കണത്, പിന്നെന്തിനാ നീ വിഷമിക്കണേന്ന് ചോദിച്ചു. എനിക്ക് ഭയങ്കര വിഷമമാണ് വല്യപ്പച്ച. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വന്നിട്ട് പപ്പയുടെ ഒരു സ്വഭാവത്തിലൊന്നും ഒരു മാറ്റമില്ല. അന്നും ഇന്നും പപ്പ ഒരേപോലെ തന്നെ കുടിക്കും. ഒരു മോളെന്ന രീതിയിൽ എന്നെ ചേർത്ത് പിടിക്കുക അല്ലെങ്കിൽ ആ ഒരു സ്നേഹമോ അങ്ങനെയൊന്നും എനിക്ക് പപ്പയുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ അവധക്കുട്ടിച്ചായൻ പറഞ്ഞു, സ്റ്റാൻലിയുടെ ക്യാരക്ടർ മോൾ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടാണ്. അവൻ്റെ ഒരു സ്വഭാവം ഇങ്ങനെയൊക്കെ അടി മോളെ. അവൻ അങ്ങനെ പെട്ടെന്ന് സ്നേഹം പ്രകടിപ്പിക്കാനോ അങ്ങനെയൊന്നും അറിയില്ല. അവനിങ്ങനെ ഓർഡർ ഇടുക, ആ ഒരു രീതി, ആ പട്ടാള ചിട്ട, അവനെ എല്ലാവരും അങ്ങനെ സ്നേഹിച്ചിട്ടുള്ളൂ, അവനാ സ്നേഹം കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് തിരിച്ചും അവനും ആ ഒരു സ്നേഹമാണ് മറ്റുള്ളവരുടെ അടുത്ത് കാണിക്കുന്നത്. അതൊക്കെ മാറി വരും, നീ വേണം അതൊക്കെ മാറ്റിയെടുക്കാൻ എന്ന് നമ്മുടെ അവധക്കുട്ടിച്ചായൻ അലീനയോട് പറയാണ്. എന്നാലും അലീന പറഞ്ഞു, എന്നാലും ഈ കുടി അതൊന്നും നിർത്താൻ പറ്റുന്നില്ലല്ലോ പപ്പയുടെ. അപ്പം അവധക്കുട്ടിച്ചായൻ പറഞ്ഞു, ഒറ്റയടിക്കും മറ്റൊന്നും നിർത്താൻ പറ്റില്ല, പക്ഷെ നീ വിചാരിച്ച പറ്റും, പതിയെ നമുക്ക് അവനെ മാറ്റിയെടുക്കാം എന്നൊക്കെ ഇങ്ങനെ അവധക്കുട്ടിച്ചായൻ പറയണേ. എന്നിട്ട് അലീന ഓർഫനേജിലെ കാര്യം പറയണേ. കുഞ്ഞായിരുന്ന സമയത്ത് ഞാൻ സ്കൂളിലൊക്കെ പോകുമ്പോൾ പാരൻസ് മീറ്റിംഗ് വെക്കും. അന്നേരം എല്ലാവരുടെയും അച്ഛനോ അമ്മയോ ഒക്കെ വരാറുണ്ട്. എനിക്ക് മാത്രം വരാൻ എൻ്റെ ബ്രിജിതാമ്മ മാത്രമേ ഉള്ളൂ. അപ്പം പോയിട്ട് വന്നു കഴിയുമ്പോൾ ചില രാത്രികളിൽ ഞാൻ എൻ്റെ ബ്രിജിത മമ്മിയുടെ അടുത്ത് ചോദിക്കും, എൻ്റെ അച്ഛൻ വരാത്ത, എല്ലാവരുടെയും അച്ഛനും അമ്മയൊക്കെ ആയിട്ടാണല്ലോ മമ്മി വരണേന്ന് പറയുമ്പോൾ പറയും, അതെ എൻ്റെ മോക്ക് മമ്മി മാത്രമേ ഉള്ളൂ, അതെന്തേ പപ്പ ഇല്ലാത്ത? അതെ, ദൈവത്തിന് ഒരുപാട് സ്നേഹമുള്ള കുട്ടികൾക്ക് അങ്ങനെയാണ്. എൻ്റെ മോള് ദൈവത്തിൻ്റെയോട് ഒരുപാട് സ്നേഹമുള്ള കുട്ടി അതുകൊണ്ടല്ലേ ബ്രിജിതാമ്മയുടെ കയ്യിൽ എൻ്റെ മോളെ കിട്ടിയത്, അതുകൊണ്ടല്ലേ ബ്രിജിതാമ്മയുടെ സ്നേഹം മുഴുവൻ എൻ്റെ മോക്ക് തരണേന്നൊക്കെ പറഞ്ഞ് പല കഥകളൊക്കെ പറഞ്ഞ് എന്നെ അന്ന് ആക്കുമായിരുന്നു. പക്ഷെ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല എൻ്റെ ജീവിതത്തിൽ എനിക്ക് സ്വന്തമായിട്ട് എനിക്കൊരു പപ്പ അല്ലെങ്കിൽ എൻ്റെ അമ്മ എനിക്ക് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയൊരു കാര്യമില്ല. അങ്ങനെയൊക്കെ അലീന ഓരോ
കാര്യങ്ങൾ സങ്കടപ്പെട്ടുകൊണ്ട് ഇങ്ങനെ പറയണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഈ കഥകളും അല്ലെങ്കിൽ ഇങ്ങനെ അലീനയുടെ ആ വിഷമിച്ചുള്ള ആ ഒരു ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ അവധക്കുട്ടിച്ചായൻ്റെ കണ്ണ് നിറയാണ്. കാരണം എന്ന് വെച്ചാൽ കുഞ്ഞുനാളിലും അവളൊരു 10-20-22 വർഷത്തോളം ഒരു അനാഥത്വത്തിൻ്റെ ആ ഒരു കുട ചൂടാൻ കാരണം താനും ഒരു കാരണക്കാരനാണ് എന്നുള്ളത് ഓർത്തിട്ട് അവധക്കുട്ടിച്ചായൻ ഒരു കുറ്റബോധം തന്നെ വരെയാണ് കേട്ടോ. എന്ത് ചെയ്യണമെന്നോ ഒന്നും അറിയില്ല, ആകെ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട്. അങ്ങനെ അലീനയെ അവധക്കുട്ടിച്ചായൻ ആശ്വസിപ്പിക്കുകയാണ്. അതെ മോളൊന്നും ഉണ്ട് വിഷമിക്കേണ്ട, എൻ്റെ മോൾക്ക് ഇനി എല്ലാവരും ഉണ്ടാവും, പപ്പയും വല്യപ്പച്ചനും അതുപോലെ ബന്ധുക്കളും ഒക്കെ ഉണ്ടാവും, മോളൊന്നും ഭയപ്പെടേണ്ട. അപ്പോഴേക്കും നമ്മുടെ അലീനയെ സമാധാനിപ്പിക്കാനായിട്ടൊക്കെ നോക്കിയായിരുന്നു. പക്ഷേ എങ്കിലും അലീനയുടെ മുഖത്ത് ആ ഒരു വിഷമം അങ്ങനെ തന്നെ നിന്നു കേട്ടോ. അവധക്കുട്ടിച്ചായനെ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും വർഷം ആ ഒരു അനാഥത്വത്തിൻ്റെ ആ ഒരു ഇതിൽ നിന്നും അവൾക്ക് നല്ലൊരു സ്നേഹം ശരിക്കും കിട്ടിയിട്ടില്ല. അത് തന്നെയാണ് എൻ്റെ മോൾക്ക് ആ ഒരു സ്നേഹം കിട്ടാത്തതിൻ്റെ ഒരു വിഷമം അവളുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് അവധക്കുട്ടിച്ചായന് മനസ്സിലാവാൻ കേട്ടോ. അങ്ങനെ പിന്നെ കാണിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ വൈജയന്തി നെടുമ്പുറക്കൽ വീടാട്ടോ. വൈജയന്തി ഇന്ന് തൊട്ട് ബാങ്കിലോട്ട് പോയി തുടങ്ങുകയാണ്. അപ്പോൾ കുറേ മാസങ്ങൾക്ക് ശേഷമാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതൊക്കെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ വൈജയന്തി പോകുന്നതിന് മുന്നേ ആയിട്ട് ബാലചന്ദ്രൻ താഴെ ഇറങ്ങി വന്ന സമയത്ത് പറയുന്നുണ്ട്, അതെ ഞാൻ ഇന്ന് തൊട്ട് ബാങ്കിൽ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞു അതിന്? അപ്പോൾ പറഞ്ഞു ഞാൻ പോണു എന്നുള്ളത് ബാലചന്ദ്രനോട് പറഞ്ഞതാ, അതൊരു കുറ്റമാണോ? അപ്പോൾ പറഞ്ഞു അതെ നീ എവിടെ പോണു എവിടെ വരണു എന്നൊന്നും നീ എൻ്റെ അടുത്ത് പറയാറുമില്ല, എനിക്കിട്ട് അത് കേൾക്കേണ്ട കാര്യമില്ല. അത് കേട്ടപ്പം വൈജയന്തിക്ക് ഒരു വിഷമമായിപ്പോയി, പോണു എന്ന് പറഞ്ഞത് ഇപ്പം കുറ്റമായോ? അപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞു അതെ നിൻ്റെ കാര്യങ്ങൾ നീ നോക്കിക്കൊള്ളുക, എൻ്റെ കാര്യങ്ങൾ ഞാനും നോക്കിക്കോളാം, ഞാൻ നിൻ്റെ കാര്യങ്ങളിലൊന്നും ഇടപെടാൻ വന്നില്ലല്ലോ, നീ പോവേ വരെയോ എവിടെ താമസിക്കോ ഇതൊന്നും എന്നെ പെട്ട വിഷയമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അതെ ബാലചന്ദ്രൻ എന്തുദ്ദേശിച്ചാണ് എൻ്റെ അടുത്ത് ഈ രീതിയിൽ പെരുമാറുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനിയിപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ ചിന്ത ഉണ്ടാകും, ആ പോയവളെ എങ്ങാനും തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ചിന്ത. അപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞു അലീനയോ അതാണോ നീ ഉദ്ദേശിച്ചത്? അവിടെ നിനക്ക് തെറ്റി വൈജയെ, ഒരിക്കലും നീ നിർബന്ധം പിടിച്ചതുകൊണ്ടല്ല പോയത്, അവളെ ഞാൻ ആവുന്നത്ര പറഞ്ഞതാണ് അലീനെ നീ ഇവിടെ നിന്ന് പോരുത്, അവൾക്ക് വാശിയും നിർബന്ധമായിരുന്നു, ഇല്ല അച്ഛാ എനിക്ക് ഇവിടെ നിന്ന് പോകണമെന്ന് എന്നോട് വാശി പിടിച്ചത് കൊണ്ടാണ് അവളെ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടത്, ഇല്ലെങ്കിലും എൻ്റെ മോൾ ഇന്ന് ഇവിടെ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. മോളെ എവിടെ നിന്നോ വലിഞ്ഞു കയറി വന്നവളെ എന്നും പറഞ്ഞ് ഇങ്ങനെ ചുണ്ടുകൊണ്ട് പിറുപിറുക്കാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞു നീ ഉദ്ദേശിക്കുന്ന ലെവലല്ല അവള്, അവളെക്കുറിച്ച് പറയാനുള്ള യോഗ്യതയും നിനക്കില്ല കേട്ടോ, അവിടെ നീ നിൻ്റെ കാര്യങ്ങൾ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ പോകാനായിട്ട് ഇറങ്ങുകയാണ്. അപ്പോഴേക്കും വൈജയത്തെ പിറുപിറുത്തോട്ട് അകത്തോട്ട് കയറിപ്പോയി കേട്ടോ ദേഷ്യപ്പെട്ട്. ഇതൊക്കെ കൃഷ്ണമോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണമോളുടെ മുഖമൊക്കെ വാടി, എന്താ എൻ്റെ അച്ഛനും അമ്മയും ഇങ്ങനെ, ഇവരൊരിക്കലും നന്നാവില്ല, അലീന ചേച്ചി പറഞ്ഞത് ഇവർ കുറേ കഴിയുമ്പോൾ ശരിയാവുമെന്നാണല്ലോ, ഇത് ഇങ്ങനെ പോയാൽ എങ്ങനെയാണ്? അങ്ങനെ ബാലചന്ദ്രൻ കാറിലോട്ട് കയറാനായിട്ട് ഇങ്ങനെ പോകുമ്പോഴേക്കും കൃഷ്ണമോൾ അച്ഛാന്ന് വിളിച്ചുകൊണ്ട് അടുത്തോട്ട് ചെന്ന് കേട്ടോ. എൻ്റെ കൃഷ്ണമോൾ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു, അച്ഛൻ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു. എന്താണ് ഈ മോളെ? അപ്പോൾ പറഞ്ഞു ഇല്ല ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ, അച്ഛന് ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, എന്നാലും സാരമില്ല കേട്ടോ ഒക്കെ ശരിയായിക്കോളൂ എന്ന് പറഞ്ഞ് ബാലചന്ദ്രനെ സമാധാനിപ്പിക്കുന്നത്. ബാലചന്ദ്രന് മനസ്സിലായി ഞാനും വൈജയും തമ്മിൽ സംസാരിക്കുന്ന ആ രീതി അവൾക്കത് മനസ്സിന് പ്രയാസം ഉണ്ടാക്കി, അതുകൊണ്ടായിരിക്കും അവൾ വന്ന് എന്നെ സമാധാനിപ്പിക്കാനായിട്ട് നോക്കിയെന്ന് ബാലചന്ദ്രന് മനസ്സിലായി. കുഴപ്പമൊന്നുമില്ല മോള് പൊക്കോ എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ ഇങ്ങനെ പോവാണ് കേട്ടോ. അങ്ങനെ ഇതേ സമയം നമ്മുടെ ആരാണ് അവധക്കുട്ടിച്ചായ നമ്മുടെ സ്റ്റാൻലിയുടെ അടുത്തോട്ട് ചെല്ലുകയാണ് കേട്ടോ. സ്റ്റാൻലി ചെന്ന് നോക്കുകയാണ്. ചെന്നപ്പോഴത്തേക്ക് എന്താണ്, ഒന്നുകിൽ ഇച്ചിരി ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ടിരിക്കും. ഇത് തന്നെയാണല്ലോ രാവിലെ നേരം വെളുത്ത് കഴിഞ്ഞാൽ സ്റ്റാൻലിക്ക് ഇത് തന്നെ, മനസ്സിന് ടെൻഷൻ കയറുമ്പോൾ കുറച്ച് ഡ്രിങ്ക്സ് കഴിക്കുക, ഇതൊരു ശീലമാക്കി തന്നെ ഇപ്പോൾ വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ അവധക്കുട്ടിച്ചായ മനസ്സിൽ ഓർക്കുന്നുണ്ട് ഇതിങ്ങനെ വിട്ടാലും പറ്റില്ല, എവനെ ഒന്ന് ഉപദേശിച്ച് നേരാക്കണം, അലീന പറഞ്ഞതിലും എന്തെങ്കിലും തെറ്റുണ്ടോ? എപ്പോൾ നോക്കിയാലും ഇത് തന്നെ, ഒരു പെങ്കൊച്ചി ഈ വീട്ടിലുണ്ട്, ആ കുട്ടിക്ക് ആരാ ഇനി ഉള്ളത്, ഇവനൊരു ഉത്തരവാദിത്വം ഇല്ലാണ്ട് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്നുള്ള രീതിയിൽ നിൽക്കാൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് അലീനയും നമ്മുടെ അവധക്കുട്ടിച്ചായനൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെ ആയിട്ട് അവർ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ആൻ്റപ്പനും അതുപോലെ തന്നെ ബൈജുവും അവർ പൗലൂസും ഇവരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും ഈ പെങ്കൊച്ചി എന്ത് വശീകരണ മന്ത്രമാണ് ഉപയോഗിച്ചേക്കണേന്ന് അറിഞ്ഞൂടാ, അല്ലേ നമ്മുടെ ഈ വലിയ മുതലാളിയെ അവധക്കുട്ടിച്ചായൻ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം
അവസ്ഥ നിർബന്ധിച്ചാൽ പോലും ഇവിടെ നിൽക്കണ ആളല്ല. ഇപ്പോൾ എത്ര ദിവസമായി കണ്ടില്ലേ മോളെയും കൊണ്ട് നടക്കണ നടപ്പ്, എന്താ അടയും ചക്കരയും പോലെയാ. ഇത് എന്ത് വശീകരണ മന്ത്രമാണെന്നോ ഒരു പിടുത്തം ഇല്ലയെന്ന് നമ്മുടെ ബൈജുവിൻ്റെ അടുത്ത് നമ്മുടെ ആൻ്റപ്പന് പൗലൂസൊക്കെ പറയണം കേട്ടോ. എന്തായാലും കൊള്ളാം. സ്വന്തം ഭാര്യയും മക്കളും വന്നിരുന്നാൽ പോലും അവതക്കുട്ടിച്ചായനൊന്നും ഈ മാതിരി മിണ്ടി ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും ഇതേതായാലും കൊള്ളാം എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്ന സീനെന്ന് പറയുന്നത് നമ്മുടെ അവതക്കുട്ടിച്ചായ നേരെ നമ്മുടെ സ്റ്റാൻലിയുടെ അടുത്തോട്ട് ചെല്ലുകയാണ്. സ്റ്റാൻലിയുടെ അടുത്തിട്ട് ചെന്നപ്പോഴത്തേക്ക് സ്റ്റാൻലി ഇങ്ങനെ ആ മദ്യമൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ മയങ്ങി കിടക്കുകയാണ് കേട്ടോ. എന്നിട്ട് സ്റ്റാൻലിയെ വിളിച്ചുണർത്തുകയാണ്. എന്നിട്ട് പറയും, അല്ല നീ ഇതെന്തിനുള്ള പുറപ്പാടാണ്? നിനക്ക് ഒരു മോള് ഈ വീട്ടിലുണ്ട് എന്നുള്ള എന്തെങ്കിലും ഒരു വിചാരം നിനക്കുണ്ടോ? നിനക്ക് എന്തെങ്കിലും ഒരു വീണ്ടും വിചാരം ആ കുട്ടിയെക്കുറിച്ച് ഓർത്തുണ്ടോ നിനക്ക്? അതെ, 10-22 വർഷത്തോളം ഞാനും കൂടെ ഉൾപ്പെടെ ആണെങ്കിലും ആ കുട്ടി ഒരു അനാഥയായിട്ട് വളർന്ന പെൺകുട്ടിയാണ്. അവൾക്കൊരു പപ്പയുടെ സ്നേഹം കൊടുത്ത് അതിൻ്റെ വാത്സല്യങ്ങളും കൊടുത്ത് ആ കുട്ടിയെ സ്നേഹിക്കേണ്ട കടമ നിനക്കാണ്. നീ ഒന്ന് ആലോചിച്ച്, നീ ഈ മാതിരി മൂക്കറ്റം കുടിച്ച് നിനക്ക് എന്തെങ്കിലും വന്നാൽ ആ കൊച്ച് വീണ്ടും തെരുവിലിറങ്ങേണ്ടി വരും. അതിനുള്ള അവസ്ഥ നീ വരുത്തി വെക്കണോ സ്റ്റാൻലി? ലാലിച്ചാന്ന് ഇങ്ങനെ നമ്മുടെ അവതക്കുട്ടിച്ചായൻ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ സ്റ്റാൻലി ഒരു നിമിഷം അവതക്കുട്ടിച്ചായൻ പറഞ്ഞതിലും എന്തോ കാര്യമുണ്ട് എന്നുള്ളത് മനസ്സിലായി. വരക്കം വന്നപ്പോൾ തന്നെ സ്റ്റാൻലിക്ക് മനസ്സിലായി എന്തോ കാര്യം പറയാനാണെന്ന്. പക്ഷേ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ സ്റ്റാൻലിക്ക് അതിൽ എന്തൊക്കെയോ ഒരു കാര്യം ഉള്ളതായിട്ട് ഇങ്ങനെ തോന്നിയില്ല. എന്നിട്ട് അവതക്കുട്ടിച്ചായൻ സ്റ്റാൻലിയോട് നോർമലി തന്നെ പറയണേ, നീ ഇങ്ങനെ കുടിക്കരുത്, അവൾ മദ്യപിക്കരുതെന്ന് പറയുന്നതിലും കാര്യമുണ്ട്. അവൾക്ക് ഭയമുണ്ട്. കാരണം അവളുടെ പപ്പയ്ക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവളുടെ ജീവിതത്തിൽ പിന്നെ ആരാണ് ആ കുട്ടിക്കുള്ളത്? നിൻ്റെ ഭാര്യയും നിൻ്റെ മക്കളൊക്കെ വന്ന് അവളെ പിടിച്ച് തെരുവിലിറക്കും. എനിക്ക് എത്ര നാൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും? വയസ്സും പ്രായമൊക്കെ ആയില്ലേ ലാലിച്ച എന്നിങ്ങനെ പറയണം കേട്ടോ. എന്നിട്ട് ലാലിച്ചനോട് നമ്മുടെ അവതക്കുട്ടിച്ചായൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. നീ ഇനിയെങ്കിലും കാര്യങ്ങളൊക്കെ കുറച്ച് ഗൗരവത്തോടെ എടുക്കണം. ഒരു പെങ്കൊച്ച് നിൻ്റെ കൂടെ ഒരു സ്നേഹം കിട്ടാണ്ട് 10-22 വർഷത്തോളം ഒരു അനാഥാലയത്തിൽ വളർന്ന പെൺകുട്ടിയാണ്. ഒരു പപ്പയുടെ എല്ലാ സ്നേഹവും വാത്സല്യവും കൊടുത്ത് നീ അവളെ പൊന്നുപോലെ സ്നേഹിക്കണം ലാലിച്ച എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ കേട്ട് പറഞ്ഞ ശേഷം അവതക്കുട്ടിച്ചായൻ പോവാണ് കേട്ടോ. പക്ഷേ അതിന് ശേഷം ലാലിച്ച് എഴുന്നേറ്റിട്ട് നമ്മുടെ അവതക്കുട്ടിച്ചായൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ആലോചിക്കുകയാണ്. പപ്പ അതായത് അപ്പച്ചൻ പറഞ്ഞതിലൊക്കെ ശരിയല്ലേ, എൻ്റെ മോൾക്ക് എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ ആരാ ഉള്ളത് എന്നൊക്കെയുള്ളൊരു ചിന്ത നമ്മുടെ സ്റ്റാൻലിയുടെ ഉള്ളിൽ കടന്നു വരികയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഏകദേശം നാളെ കാണിക്കുന്ന പ്രൊമോയിൽ വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും കാത്തിരിക്കാം നമ്മുടെ മടതൂരും മുമ്പ് സീരിയലിൻ്റെ ഇനി വരാനിരിക്കുന്ന അടിപൊളി ട്വിസ്റ്റ് വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന്. നമ്മുടെ അലീനയുടെ ജീവിതത്തിൽ ഇനി സ്റ്റാൻലി എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തുന്നത്? സ്റ്റാൻലിയുടെ സ്വഭാവത്തിനൊക്കെ മാറ്റങ്ങൾ വരുമോ? ഇനി അലീന വലിയ വലിയ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുമോ എന്നൊക്കെയുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയാം. അപ്പം കൃത്യം 6 മണിക്ക് നമ്മുടെ സാന്ത്വനം 2-ൻ്റെ നാളത്തെ വിശേഷം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കേൾക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കേട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു, ബൈ ബൈ, ടേക്ക് കെയർ.